ഈ ടിക്കറ്റ് ബുക്ക് ചെയ്ത കാര്യം പറയണ്ടേ അമ്മ? പറയാതെ എങ്ങനെയാ പറയണം? അമ്മ പറയൂ. പിന്നെ അതൊക്കെ ഞാൻ പറഞ്ഞോളാം. എല്ലാരും കൂടെ പോയി സിനിമ കണ്ടേച്ച് വരുന്നു. ഒരു സ്വസ്ഥത അവനും കിട്ടട്ടെ. അവളുടെ പരാതി കഴിയുമല്ലോ. അപ്പൊ അതോടുകൂടി ചെന്ന് പറ എല്ലാരും കൂടെ പോയിന്. അയ്യ എന്തൊരു ചിരി. ശരാ ഈ വീട്ടിൽ ഈ അടിയേ ഉള്ള. പേടിച്ചല്ലേ? പേടിച്ചു. നിനക്ക് എന്തിന്റെ കേടാ സുരഭി? നീ ഇപ്പൊ ഇതിനെ എന്നെ പേടിപ്പിച്ചേ? ചുമ്മാ തമാശക്ക്. നിന്റെ തമാശ എപ്പോഴും എന്റെ അടുത്ത് എടുക്കല്ലേ. അത് എപ്പോഴും പിടിച്ചെന്ന് വരത്തില്ല, മനസ്സിലാക്കിക്കോ. ഓ അത് പിന്നെ ചേച്ചി ഒരു കാര്യം ചെയ്യും. ചേച്ചി ഒരു സമയം സന്ദർഭം പറ, ആ സമയത്തൊക്കെ വന്ന് ഞാൻ പേടിപ്പിക്കാം. ആണോ? ശരിക്കും പേടിപ്പിക്കോ? എന്നാ ഉച്ചയ്ക്ക് ചോറിനാൻ പോകുന്നതിന് ഒരു 1/2 മണിക്കൂർ മുമ്പ് വന്ന് നീ തമാശ കാണിക്കും, ഞാൻ തിരിച്ചു തരാം. വന്നേക്കാം. ചേച്ചി ഈ ചൊറയുടെ സംസാരം നിർത്തി കഴിഞ്ഞാൽ ചേച്ചിക്ക് സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ പറയാം. ആ കാര്യം കേൾക്കുമ്പോ ചേച്ചി ഇവിടെ കിടന്ന് ചാടിത്തുള്ളും. ചാടി തുള്ളണോന്നുള്ളത് നീ കാര്യം ആദ്യം പാണാ, എന്നിട്ട് ഞാൻ തീരുമാനിക്കാം. നമ്മളെല്ലാരും കൂടെ സിനിമയ്ക്ക് പോകാൻ പോകണം. ഏത് സിനിമ എന്നറിയുമോ? 3D സിനിമ. ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു. ആരോട് ചോദിച്ചിട്ട്? വെറുതെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സിനിമയ്ക്ക് പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കുന്നതാണോ? അറ്റ്ലീസ്റ്റ് എന്റെ അടുത്തൊരു വാക്ക് ചോദിച്ചൂടെ? നീ ഇന്ന് സിനിമയ്ക്ക് പോകാൻ തയ്യാറാണോ? എല്ലാവരും ഈ വീട്ടിൽ നിന്ന് സിനിമയ്ക്ക് പോകുന്നുണ്ട്. അത് ചോദിച്ചില്ലല്ലോ. അതെന്തൊരു കാര്യം? അത് ഞാൻ സമ്മതിക്കത്തില്ല, അത് നടക്കത്തില്ല. അത് കൊള്ളാം. എല്ലാരും കൂടെ സന്തോഷത്തോടെ ഒന്ന് സിനിമയ്ക്ക് പോവാന്ന് വിചാരിച്ചപ്പോ ഇങ്ങനെയാ. എന്തോന്നത്? അമ്മയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞത്. ഓഹോ, അമ്മയാണോ എന്റെ സന്തോഷം എന്താണെന്നുള്ളത് തീരുമാനിക്കുന്നേ? ഞാൻ എപ്പോ സന്തോഷിക്കണം, ഞാൻ എപ്പോ കരയണം, ഞാൻ എപ്പോ ചാടിത്തുള്ളണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. അത് ഞാൻ തൽക്കാലം ഞാൻ വേറെ ആരെ ഏൽപ്പിച്ചിട്ടില്ല. അത് കൊള്ളാം. അത് ചേച്ചി എന്തിനാ ദേഷ്യപ്പെടുന്നത്? എല്ലാരും കൂടെ ഒന്ന് സന്തോഷത്തോടെ പോയിട്ട് വരാന്ന് പറയുമ്പോ അത് നശിപ്പിക്കും. ഇത്ര സാധനം. നീ ആഹാരം കഴിക്കാൻ വരുമോ? നീ അതിന് വലിയ എതിർപ്പുണ്ടോ? നീ പോ. ഓ അയ്യടാ, എന്നോട് ചോദിക്കാതെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അങ്ങനെ ഇപ്പൊ പോണ്ട എല്ലാരും. അവള് സിനിമയ്ക്ക് വരുന്നില്ലേ? വരണ്ട, നിങ്ങളെല്ലാം കൂടെ പോയിട്ട് വാ. അത് ശരിയാവൂല അമ്മ. നമ്മൾ പോയി കഴിഞ്ഞാൽ ഇനി അതിനേക്കാളും വലിയ പ്രശ്നം ഉണ്ടാവും. ഇതിപ്പോ ആരണ്ടോ പറഞ്ഞതിന്റെ കൂട്ട്. ആകെ വർഷത്തിൽ ഒരു സിനിമയ്ക്കാണ് പോകുന്നത്, അതിപ്പോ ഇങ്ങനെയായി. ഇനിയിപ്പം ആർക്കും വരാൻ താല്പര്യമൊന്നും ഇല്ലെങ്കിൽ ഞാൻ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തേക്കാം. അയ്യോ എന്തോന്നടാ ഇതൊക്കെ? എനിക്ക് അറിഞ്ഞൂടാ കൊച്ചമ്മ. അല്ല, ഞാൻ ആലോചിക്കുക, പണ്ടൊക്കെ ഒരു സിനിമ കാണണമെന്ന് തോന്നുമ്പോ ഈശ്വര അടുത്തുള്ള അന്ന് ഇതുപോലെ മൾട്ടിപ്ലക്സും തിയേറ്ററുള്ള അതൊന്നുമില്ല, അടുത്തുള്ള സിനിമ കൊട്ടക, അവിടെ പോവും. അച്ഛന്റെ കൈയും പിടിച്ചൊരു സിനിമ കാണാൻ പോകുന്നതിന്റെ സന്തോഷം. ദൈവമേ, ഇന്ന് കണ്ട ടിക്കറ്റും എടുത്ത് വിളിച്ചപ്പോ വരാൻ ആളില്ല. അല്ല കൊച്ചമ്മ, അന്നൊക്കെ സിനിമയ്ക്ക് പോകുന്ന ഒരു ഉത്സാഹമാണല്ലേ. ഞാനേ നമ്മളെ വീടിന്റെ അടുത്തും ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. ആണോ? അന്ന് ഞാൻ രജനീകാന്തിന്റെ ഒരു സിനിമ കാണാൻ പോയി. ഭയങ്കരപ്പെട്ട ഒരു സംഭവം ഒന്നുണ്ടായി ഏട്ടാ. രജനീകാന്ത് അന്നൊരു പരിപാടിയുണ്ട്. അതായത് നമ്മളെ ഈ കയ്യിൽ സിഗരറ്റ് എടുത്തിട്ട് വാ കൊണ്ട് പിടിക്കും. വാ കൊണ്ട് പിടിച്ചിട്ട് അതിനെ നേരെ വേറൊരു തരത്തിൽ കത്തിക്കും. ഇങ്ങനെ കയ്യിൽ സിഗരറ്റ് എറിഞ്ഞ് വാ കൊണ്ട് പിടിച്ച് സിഗരറ്റ് കത്തിക്കുന്ന സമയത്ത് നമ്മളെ തിയേറ്ററിന്റെ സൈഡിൽ നിന്ന് കത്തുന്നു. രജനീകാന്ത് എറിഞ്ഞ് കത്തിച്ചേരെന്തിനാണ് തിയേറ്ററിന്റെ സൈഡ് കത്തുന്നത്? അല്ല കൊച്ചമ്മ, അവിടെ രജനീകാന്ത് സിഗരറ്റ് കത്തിച്ചല്ലോ. അപ്പൊ ഏതോ ഒരു വിവരദോഷി അതിനെ അനുകരിച്ച് അവിടെയും കത്തിച്ചായിരുന്നു. എന്നിട്ട് ഈ തീപ്പെട്ടി കൊള്ളി പുറത്ത് കളയേണ്ടതിന് പകരം അകത്തെടുത്തിട്ട് നിന്ന് കത്തി അവൻ അടക്കം. 15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഓടിയോട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എന്റെ കൊച്ചമ്മയെ നിങ്ങൾ ആരെ കാണാൻ ഞാൻ കാണൂലായിരുന്നു. അല്ല, ഇപ്പൊ ഒരുപാട് പറയണ്ട, നിന്റെ നാട്ടുകാരനല്ലേ, ഇത് ചെയ്യും എന്റെ അപ്പുറം ചെയ്യും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.